ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളിലൊന്നാണ് വിവാഹം. ആ വിവാഹ സുദിനത്തിൽ അണിഞ്ഞൊരുങ്ങുക എന്നുള്ളത് ഓരോ മണവാട്ടിമാരുടെയും സ്വപ്നമാണ്. പക്ഷെ ആ സ്വപ്നത്തിന് പലപ്പോഴും അവർക്ക് തടസ്സമാവാറുള്ളത് സാമ്പത്തികമാണ്. എന്നാൽ എല്ലാ സാമ്പത്തികത്തിനും അപ്പുറം അവരുടെ സ്വപ്നത്തിനൊപ്പം കൂട്ടുനിൽക്കുന്ന ഒരിടത്താണ് ഞാനുള്ളത്. മലപ്പുറം പെരിന്തൽമണ്ണ തൂതയ്ക്ക് സമീപമുള്ള നാസർ തൂത ഡ്രസ് ബാങ്കിലാണ്. ഞാനീ കാണുന്നത് എൻ്റെ ചുറ്റുമുള്ള മുഴുവൻ വിവാഹ വസ്ത്രങ്ങളാണ്. ഒട്ടനേകം വിവാഹ ആഡംബര വസ്ത്രങ്ങളാണ്. അഥവാ ഓരോ മണവാട്ടിമാരും അവരുടെ ജീവിതത്തിൻ്റെ ആ സുന്ദര നിമിഷത്തെ അത് ഏറ്റവും മനോഹരമായി തന്നെ അവർ ആളുകളുടെ മുമ്പിലേക്ക് എത്താൻ അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിൽ അണിചേരാൻ അവർ അണിയുന്ന ഒട്ടനേകം വസ്ത്രങ്ങളാണ്. പക്ഷേ ഈ വസ്ത്രങ്ങളൊന്നും തന്നെ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചതല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വസ്ത്രങ്ങളൊന്നും വിൽക്കാനുള്ളതല്ല, മറിച്ച് ഇതെല്ലാം മണവാട്ടിമാർക്ക് സൗജന്യമായി നൽകുന്നതാണ്. അതിലൊരു കാര്യം കൂടിയുണ്ട്. ആ കാരണമാണ് എൻ്റെ കൂടെയുള്ള ഈ വ്യക്തി നാസർ തൂത. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മണവാട്ടിമാർക്ക് സൗജന്യമായി അവർക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങൾ വിതരണം ചെയ്യുന്നതാണ് നാസറിൻ്റെ രീതി. നമുക്ക് ഈ നാസർ തൂത ഡ്രസ് ബാങ്കിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുകയാണ് ലക്ഷ്യം. എന്താണ് ഈ നാസർ തൂത ഡ്രസ് ബാങ്ക്? നാസർ തൂത ഡ്രസ് ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ തുടക്കം കുറിച്ചതാണ്. എനിക്ക് നറുക്കം വയ്ക്കാത്തൊരു പെങ്ങളുണ്ട്, പിന്നെ ഭാര്യ, കുട്ടികളെല്ലാവരും പാടെ ഞങ്ങൾ വീട്ടിൽ നിന്ന് തുടക്കം കുറിച്ചതാണ്. ഒരു വർഷം വീട്ടിലായിരുന്നു. അന്ന് 100 പേർക്കാണ് അവിടുന്ന് കൊടുത്തത്. ഇപ്പോൾ 4 വർഷമായി. ഇപ്പോൾ ഏകദേശം 700ഓളം കുടുംബങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് തന്നെ നമ്മൾ ഈ ഡ്രസ് ബാങ്കിൽ നിന്ന്, നാസർ തൂത ഡ്രസ് ബാങ്കിൽ നിന്ന് സൗജന്യമായി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ പ്രത്യേകിച്ച് നമ്മളൊക്കെ സഹോദരിമാരുടെ വീടുകളിൽ, ഇപ്പോൾ ഉദാഹരണം അസ്കറിൻ്റെ വീട്ടിൽ അസ്കറിൻ്റെ പെങ്ങളെ ഒരു വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഡ്രസ്സ് ഒരു 10,000 മുതൽ മേടിച്ചതായിരിക്കും. പക്ഷേ ആ ഡ്രസ്സ് നമ്മൾ പോയി നമ്മളെ ഏൽപ്പിക്കുക, നമ്മളത് ഡ്രൈ വാഷ് ചെയ്തിട്ട് നമ്മൾ ഡ്രസ് ബാങ്കിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വന്നാൽ ജാതി മത ഭേദമന്യേ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് സൗജന്യമായിട്ട് ഒരു കൂട്ട് ഡ്രസ്സ് നമ്മൾ സൗജന്യമായി കൊടുക്കും. അത് നമുക്ക് തിരിച്ചു തരേണ്ട ആവശ്യമില്ല. എവിടെ നിന്നൊക്കെയാണ് ഇപ്പോൾ ഡ്രസ്സുകൾ നിങ്ങൾ ശേഖരിക്കുന്നത്? എവിടെ നിന്നൊക്കെ ഡ്രസ്സുകൾ തരുന്നുണ്ട് ആളുകൾ? ഇപ്പോൾ ഒട്ടനവധി, ഇപ്പം പറഞ്ഞ ഒരു ഡ്രസ്സ് ഇപ്പോൾ ഹരിയാനയിൽ നിന്ന് വന്ന ഡ്രസ്സാണ്. ഇപ്പോൾ ഈ ഡ്രസ്സ് ഹരിയാനയിൽ ഇപ്പോൾ ഒരുപാട് ബോക്സ് ഉണ്ട്. ഹരിയാന, മധ്യപ്രദേശ്, പിന്നെ ബോംബെ, ഗുജറാത്ത്, ഹൈദരാബാദ്, കേരളത്തിൻ്റെ അങ്ങ മുതൽ ഇങ്ങോളം വരെ ഇപ്പോഴും വിളിച്ചും കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിന് പോയി കളക്ട് ചെയ്യണം. ഇപ്പോൾ കണ്ണൂർ പോവുകയാണെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവിടെ പോകുമ്പോൾ നമുക്ക് 10-100 കൂട്ട് അവിടെ കളക്ട് ചെയ്ത് തരും. അങ്ങനെ ഒരുപാട് ഭാഗത്ത് നമുക്ക് കളക്ട് ചെയ്ത് തരുന്നുണ്ട് ഡ്രസ്സുകൾ. പിന്നെ ഇഷ്ടം പോലെ. എന്നെ സംബന്ധിച്ചിട്ടാണ് ഞാൻ ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഇതിന് ഏൽപ്പിക്കപ്പെട്ട ഒരാൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ റെൻ്റ് ഇപ്പോൾ വാടക കൊടുക്കുന്നത് കുറച്ചായിട്ട് എൻ്റെ പ്രിയ സുഹൃത്താണ്. അതായത് ഡെൽറ്റ മണി എന്ന് പറയും, ബാംഗ്ലൂരിലുള്ളതാണ്. മൂപ്പരാണ് ഇപ്പോൾ ഇതിൻ്റെ റെൻറ്റുകൾ കൊടുക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട്, പ്രത്യേകിച്ച് നാട്ടിലാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും വീട്ടിലാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രവർത്തനത്തിനുള്ളത്. ഈ ഡ്രസ് ബാങ്കിലൂടെ ഏകദേശം ഇപ്പോൾ 700ഓളം മണവാട്ടിമാർ അണിഞ്ഞൊരുങ്ങി അവരുടെ സ്വപ്നം സാക്ഷാത്കരിച്ചു. എങ്ങനെയാണ് അവരിവിടെ എത്തുമ്പോൾ അവരുടെ? ചില ആൾക്കാർ വളരെ നിർധന കുടുംബത്തിലെ സഹോദരിമാരാണ് നമ്മളുമായി ബന്ധപ്പെടുന്നത്. ഉദാഹരണം, ചില ആൾക്കാർ നമ്മളെ ഏൽപ്പിക്കുന്ന ചങ്ങായിമാർ പറയാം അവർക്ക് ബസ്സിന് പൈസ അല്ല, അവർ 10-200 രൂപ കൊടുക്കുന്നുണ്ട്. കാരണം അത്രയും പ്രയാസപ്പെട്ട സഹോദരിമാരാണ് നമ്മളെ അടുത്തേക്ക് വരുന്നത്. അവർക്കത് കിട്ടുമ്പോൾ അവരൊരു സന്തോഷം ഉണ്ടല്ലോ, അവരൊരു പ്രാർത്ഥന ഉണ്ട്. അത് നമുക്ക് വല്ലാത്തൊരു സന്തോഷം തരുന്നതാണ്. കാരണം നമ്മൾ അത്രേ ഇതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. അനുഭവങ്ങൾ എന്താ പറയാനുള്ളത്? അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. ഒരു ദിവസം ഇവിടെ എനിക്ക് തോന്നുന്നു പാലക്കാട് ജില്ലയിൽ നിന്നാണ് തോന്നുന്നുണ്ട്, കണ്ണ് കാണാത്ത, കല്യാണം കഴിക്കുന്നതും കണ്ണ് കാണാത്തതാണ്, അവരെ കെട്ടുന്നതും കണ്ണ് കാണാത്ത ആളാണ്. 2 പേര് ഇവിടെ വന്നിരുന്നു. പക്ഷെ അവർക്ക് ഈ ഡ്രസ്സ് അറിയില്ല. പക്ഷെ അവർ കണ്ണ് കാണാതെ ഈ ഡ്രസ്സ് ഇങ്ങനെ കണ്ണ് ചിമ്പിയിട്ടാണ് അവർ സെലക്ട് ചെയ്തത്. അപ്പം നമുക്ക് തന്നെ ഒരു അതിശയമാണ്. കാരണം എങ്ങനെയാണ് അവർ നമുക്ക് ഇവിടുന്ന് കണ്ണ് ചിമ്പിയിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോകാൻ തന്നെ കഴിയാത്തത്. അവർ ഈ കണ്ട ഡ്രസ്സിൽ നിന്നൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട് കണ്ണ് ചിമ്പിയിട്ട് അവർ സെലക്ട് ചെയ്തു. എന്നിട്ട് അവർ കൂട്ടി പൊടിച്ചിട്ട് എന്നെ ഉമ്മ വെച്ചിട്ടാണ് പോയത്. അതൊക്കെ നമുക്ക് വല്ലാതെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണുള്ളത്. ഈ ആളുകളെ പ്രതികരണം എങ്ങനെ? കാരണം പലപ്പോഴും ഇത്തരമൊരു ഡ്രസ്സ് ഇത്തരത്തിൽ 10,000 വില വരുന്ന ഈ വസ്ത്രങ്ങളൊക്കെ സാമ്പത്തികമായി പണം ചെലവഴിച്ച് വാങ്ങുക എന്നുള്ള അവർക്ക് വാങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അപ്പോഴാണ് അവർക്കിത് സൗജന്യമായി ലഭിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ പറയാറുണ്ട്. അല്ല, തീർച്ചയായിട്ടും അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ചില ആൾക്കാർ ഫോൺ നമ്പർ കിട്ടാതെ ചോദിച്ചറിഞ്ഞിട്ട് വരും.
അപ്പോൾ നമ്മളിവിടെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എടുത്തു കൊടുക്കും. മാത്രമല്ല ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബുധനാഴ്ചയും ശനിയാഴ്ചയാണ് ഇവിടെ ഉണ്ടാവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളൊരു സുഹൃത്തുണ്ട് ശ്രീജ ആനമങ്ങാട്, അവരുണ്ടാവും ഇവിടെ. അവർ വന്നിട്ട് അവർക്ക് വേണ്ട അവരും തീർത്തും സൗജന്യമായിട്ടാണ് ഈ സേവനം ചെയ്യുന്നത്. ഒരു രൂപ കൂടി ചിലവ് അവർ മറ്റേ സൗജന്യമായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീജ ആനമങ്ങാട് എന്ന അവരുടെ പേര്. ഇവർ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ കൂടിയാണ് ഇത് കൈമാറുന്നത്. തീർച്ചയായിട്ടും ഇത് നമ്മൾ ഒരിക്കലും ഇപ്പോൾ അറിയാം, പ്രേക്ഷകർക്ക് അറിയാം, ഒരു ഫോട്ടോ ഇന്നേ വരെ നമ്മൾ എടുത്തിട്ടില്ല. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദൂരത്ത് നിന്ന് വരുന്ന ആൾക്കാരോട് അവരെ മഹലിൽ ഒരു എഴുത്ത് മേടിക്കാൻ വേണ്ടി, കല്യാണം ഉണ്ടോ ഇല്ലെന്ന് നമ്മൾക്ക് അറിയില്ലല്ലോ. കാരണം ഫസ്റ്റിലൊക്കെ നമ്മളതിൽ പിന്നെ നമുക്ക് അത് പ്രയാസം വന്നിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ഒരു മഹലിൻ്റെ എഴുത്ത് അല്ലെങ്കിൽ ഒരു ഒരു മറ്റേ അമ്പല കമ്മിറ്റിയുടെ അല്ലെങ്കിൽ വാർഡ് മെമ്പറുടെ എഴുത്ത് ജസ്റ്റ് നമ്മൾ ചോദിക്കലുണ്ട്, ഇല്ലെങ്കിലും നമ്മൾ കൊടുക്കലുണ്ട്. കൊടുത്ത വസ്ത്രങ്ങൾ തിരിച്ചു വാങ്ങാറുണ്ട്, അതോ സൗജന്യമായിട്ട്? അല്ല, അത് സൗജന്യമാണ്, തീർത്തും സൗജന്യമാണ്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരാഗ്രഹം ഉണ്ടാവില്ല, ഇത് നമുക്ക് നമ്മളെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ ഒരിക്കലും നമ്മൾ ആരോടും വേണമെന്ന് പറഞ്ഞിട്ടില്ല. അവർ പറയണത് ഞങ്ങൾക്കിത് കഴിഞ്ഞ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേമാർക്ക് ഒരു നിർധന സഹോദരിക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന് പറയുകയാണെങ്കിൽ അവർ തരികയാണെങ്കിൽ നമ്മൾ മേടിക്കാമെന്നല്ല. അല്ലെങ്കിൽ ഇപ്പം നിലവിൽ 5000 മുതൽ പിടിച്ചിട്ട് 50,000 രൂപ വരെയുള്ള ഡ്രസ്സ് ഇപ്പം നമ്മളെ ഡ്രസ് ബാങ്കിലുണ്ട്. അത് പട്ടുസാരി ഉണ്ട്, ഫ്രോക്കുണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. എന്തായാലും 700ഓളം വരുന്ന മണവാട്ടിമാരെ ഈ ഡ്രസ് ബാങ്ക് ഇതിനോടകം തന്നെ അത്യാഡംബരത്തോടെ തന്നെ അണിയിച്ചൊരുക്കി അവരെ കല്യാണ പന്തലിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അഥവാ സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന സഹോദരിമാർക്കൊക്കെ ഈ ഡ്രസ് ബാങ്ക് വലിയ പ്രയോജനമാണ്. മാത്രമല്ല ഒരു മാനവികതയുടെ ഒരു മുഖം തന്നെ എന്ന് വേണമെങ്കിൽ ഇതിന് പറയാൻ കഴിയും. കാരണം നാസറിൻ്റെ മാത്രം സംരംഭമല്ല ഇത്. കാരണം ഒട്ടനവധി മനുഷ്യർ ജാതിമത ഭേദമന്യേ നമ്മുടെ സംസ്ഥാനത്ത് പുറത്തുനിന്ന് പോലും പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഡ്രസ്സുകൾ സൗജന്യമായി ഡ്രസ് ബാങ്കിലേക്ക് അയച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്ന് അവരുടെ കല്യാണ സുദിനത്തിലേക്ക് വേണ്ടി ഇവിടെ വന്ന് സൗജന്യമായി ശേഖരിച്ച് കൊണ്ടുപോകാനും കഴിയും. സ്വാഭാവികമായും ഒരു വലിയൊരു മനുഷ്യത്വത്തിൻ്റെ തന്നെ മാനവികതയുടെ തന്നെ ഒരു മാതൃക അതിൻ്റെ ഒരു മകുടോദാഹരണമായി തന്നെ ഈ ഡ്രസ് ബാഗ് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീഡിയോ ജേർണലിസ്റ്റ് ഉണ്ണിത്തുപൂരിനൊപ്പം റിപ്പോർട്ടർ അഷ്കർ അലി കരിമ്പ ഇൻ റിപ്പോർട്ടർ മലപ്പുറം.